ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് വളരെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർബറേറ്റർ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാർബറേറ്ററിൻ്റെ അടിഭാഗത്ത് ചെറിയ ഒരു സ്പേസ്, അതായത് ഒരു ടാങ്ക് പോലെയുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് നിന്ന് അടിയിലേക്കാണ് നമ്മളൊരു ഡ്രെയിൻ പൈപ്പ് വന്നിട്ടുണ്ടാവും, ഓവർഫ്ലോ പൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്ലോട്ട് ബൗൾ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന പെട്രോൾ ഇതാ കാർബറേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇത് ശേഖരിച്ച് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ വാൽവ് ക്ലോസ് ചെയ്താലും നമുക്ക് കുറച്ച് ദൂരം വണ്ടി ഓടിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെട്രോൾ കാരണമാണ്. അതായത് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഈ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു ഫ്ലോട്ട് ബോളിൽ പിന്നെ ഒരു ലെവലുണ്ട്. ആ ലെവൽ വരെ പെട്രോൾ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പെട്രോൾ ടാങ്കിൽ നിന്ന് പിന്നെ എടുക്കുന്ന പെട്രോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അതൊരു വാൽവ് പോലെയാണ്, ഫ്ലോട്ട് വാൽവ് പോലെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ പെട്രോൾ ടാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡറി ടാങ്ക് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ പെട്രോളിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടാവും, അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്. അത്ര വലിയ സംഭവം നമുക്ക് കാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ചിലപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ ടാങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റസ്റ്റ് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ എന്ത് ചെയ്യാം, വളരെ ചെറിയ പാർട്ടിക്കിൾസേ വരുള്ളൂ. കാരണം ഓൾറെഡി ടാങ്കിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെറിയൊരു ഫിൽട്രേഷൻ ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ കൂടി വരണമെന്നുണ്ടെങ്കിൽ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആവും. അങ്ങനത്തെ സാധനങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്ററും നമ്മുടെ കാർബറേറ്ററായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അവിടെ നിന്നും വരുന്നത് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പോലും ചിലപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിൾസ് അതിലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഫ്ലോട്ട് ബോളിൽ അടിഞ്ഞു കൂടി കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും സാധനം നമ്മുടെ എൻജിനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് മിസ്സിങ് അനുഭവപ്പെടും. അല്ലെങ്കിൽ വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും അങ്ങോട്ട് അതിനനുസരിച്ച് വണ്ടി അങ്ങോട്ട് മൂവ് ആവാതെ ഒരു ജർക്കിങ് പോലെ ഫീൽ ചെയ്യും. പിന്നെ രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ അങ്ങനെ വരുന്നത്. അതുപോലെ ഒന്ന് ഐഡിൽ മോഡിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മളൊരു പ്രത്യേക ഇൻ്റർവെല്ലിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ, നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ആദ്യം നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള പെട്രോളിൻ്റെ വാൽവ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യാൻ. അത് പ്രത്യേകം ഓർക്കണം, മറന്നു പോകരുത്. അപ്പോൾ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ അതിലുള്ളിലുള്ള പെട്രോൾ പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് ഫുള്ളായിട്ട് ഡ്രെയിനായി പോയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ടൈറ്റൊന്നും ചെയ്യരുത്. കാരണം ഇത്തരം സ്ക്രൂകളൊക്കെ നമ്മൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. പിന്നീട് നമ്മൾ എന്നോ കാലത്തായിരിക്കും ചിലപ്പോൾ അത് തുറന്ന് നോക്കുക. അപ്പോൾ ആ സമയത്ത് അത് തുറക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരരുത്. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു പെട്രോളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയ സമയത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ അംശം അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് വണ്ടി എടുത്തിട്ട് ഇതുവരെ പിന്നെ കാർബറേറ്റർ ഒന്നും ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സാമാന്യം പിന്നെ ഡസ്റ്റും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.